ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കൈ ഇങ്ങനെ പിടിച്ചോ. ദേ ഇവിടെ നിന്ന് നീ ഈ പ്രാർത്ഥനയും ശുശ്രൂഷയും പങ്കെടുക്കുമ്പോൾ തലമുറകൾ തോറും എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ അർത്ഥം എന്താ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവരെവിടെയുണ്ടോ അവരിലേക്ക്, തലമുറകളിലേക്ക് ഈ കരുണ അത് സംഭവിക്കും. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിയമാവർത്തന പുസ്തകം ബൈബിളും തുറന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കണം, എൻ്റെ വീട്ടിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഇന്ന പ്രതിസന്ധി ഭാരം, ദേ അതിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ പ്രവർത്തിക്കും. ഹല്ലേലൂയ. കാരണം വചനം എന്താണ്? അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ദൈവം ചില ഉടമ്പടികൾ നമുക്ക് നൽകിയിട്ടുണ്ട്, ചില വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, ദൈവം ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ഇതൊരു വാഗ്ദാനമാണ്. നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം നിനക്ക് ഉത്തരം നൽകും. ധ്യാനത്തിന് ഇവിടെ ഒരു സഹോദരൻ, അദ്ദേഹം വരാനുള്ളൊരു കാരണം, കുറച്ച് ദിവസങ്ങളായി പോട്ട ആശ്രമത്തിൽ കഴിഞ്ഞ നാളുകൾ ഞാൻ ഇയാളെ കാണുന്നുണ്ട്. ഭയങ്കര സങ്കടമാണ് ഇയാൾക്ക്, ഭയങ്കര സങ്കടം. അപ്പോൾ സങ്കടത്തിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിൽ അവധിക്ക് വന്നതാണ്. ദുബായിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സഹോദരനാണ്. എന്നാൽ ഞാൻ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ട് അല്പം തിരക്കോ അതും ഇതൊക്കെ വന്നു. എന്തു പറയേണ്ടു, എൻ്റെ വിസ അത് റിജക്റ്റ് ആയിപ്പോയി. എനിക്കിത് തിരിച്ചു കയറിപ്പോകാൻ പറ്റത്തില്ല. എൻ്റെ വിസ റിജക്റ്റായി, അതിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞു. അങ്ങനെ പല പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഈ കഴിഞ്ഞ നാളുകളുടെ കാര്യം പറയണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം അദ്ദേഹം പറയാം, അച്ഛാ എന്ത് ചെയ്യും, സങ്കടമാണ്, വല്ലാത്ത വിഷമം, ഭാരം. ഇനി കുടുംബം എങ്ങനെ മുമ്പോട്ട് നീങ്ങും? നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അച്ഛ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എനിക്ക് തിരിച്ചു പോകണം, എൻ്റെ വീട് എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്തണം. ഇതാണ് എൻ്റെ വലിയ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് അദ്ദേഹത്തോട് പറഞ്ഞ് നമ്മുടെ ഓശാന ഞായറാഴ്ച ആരംഭിച്ച പീഡാനുഭവ ധ്യാനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ദേ ക്രിസ്മസ് കൂടാൻ വേണ്ടി നാട്ടിൽ വന്ന ഞാനിപ്പോൾ ഈസ്റ്റർ വരെ എത്തി, ഇനി എൻ്റെ അവസ്ഥ എന്താവും? അപ്പം ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തമായ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. എങ്ങനെ എന്തെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ കർത്താവ് ഇടപെടുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ധ്യാനം കൂടാൻ പറഞ്ഞത്. അപ്പം ഇദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി, ധ്യാനത്തിൽ 2-ാം ദിവസത്തിൽ കുമ്പസാര ദിവസം ഇദ്ദേഹം രാവിലെ തന്നെ എന്നോട് പറഞ്ഞു, അച്ഛാ, ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഈ ധ്യാനം എനിക്കൊരു അനുഗ്രഹപ്രദമാവണം. അച്ഛാ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ ധ്യാനം ഒരു അനുഗ്രഹപ്രദമാവണം. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊരു നല്ല കുമ്പസാരം നടത്തി എൻ്റെ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, ഇതാണ് ശരിക്കുള്ള അനുതാപം. ഇതിനാണ് ചേട്ടനെ ക്രിസ്മസ് കഴിഞ്ഞ് ഈസ്റ്റർ വരെ ഈ നാട്ടിൽ കൊണ്ട് കർത്താവ് നിർത്തിയത്. നല്ല കുമ്പസാരം. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൻ്റെ കുമ്പസാര ദിവസത്തിൽ മണിക്കൂറുകളെടുത്ത് ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഇദ്ദേഹം കുമ്പസാരിച്ചത്. കുമ്പസാരം കഴിഞ്ഞു. അടുത്ത ദിവസം ആന്തരിക സൗഖ്യ ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പീഡാനുഭവ ധ്യാനം അവസാനിച്ചത് ബുധനാഴ്ച വൈകിട്ടാണ്. കാരണം
പെസഹ വ്യാഴാഴ്ച ദൈവജനത്തിന് വീട്ടിൽ പോയി പെസഹ അപ്പം മുറിക്കാനൊക്കെയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ബുധനാഴ്ച നമ്മൾ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ച വന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങി ഇവിടെ സുരക്ഷിതമായിട്ട് വെക്കും. ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിൽ ഇദ്ദേഹത്തിന് മൊബൈൽ തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തോട് മാത്രമല്ല ദൈവജനത്തോട് പറഞ്ഞു, ആവശ്യമില്ലാതെ ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ നിങ്ങൾ തുറന്നു നോക്കണ്ട, മറിച്ച് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് മാത്രം നോക്കിയാൽ മതി. ഇദ്ദേഹം മൊബൈൽ എടുത്തെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ജിജ്ഞാസ, ധ്യാനം കൂടിയല്ലോ, കാര്യങ്ങളൊക്കെ ശരിയായോ എന്നറിയണം, വല്ല വിസ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിലോ. ഇദ്ദേഹം എന്ത് ചെയ്തു? ആരും കാണാതെ ആരാധനയ്ക്ക് മുമ്പുള്ള ഇടവേള സമയത്ത് ആ ഹോളിൻ്റെ പുറകിൽ പോയി മൊബൈൽ ഫോൺ നോക്കി. വിസ ഓഫർ ലെറ്റർ ഒന്നും വന്നിട്ടില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സങ്കടം. കർത്താവേ, ഞാൻ നന്നായിന്ന് കുമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു, ദേ ഇവിടെ ധ്യാനത്തിന് വന്നു. കർത്താവേ, ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങി, എൻ്റെ ജീവിതത്തിൽ എന്താ അങ്ങ് ഇടപെടാത്തത്? അപ്പം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ഭാരത്തോടു കൂടിയാണ് ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആരാധന കഴിഞ്ഞ് ദൈവജനം ഒരുമിച്ച് പല പ്രാർത്ഥനാ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത് പിരിഞ്ഞു പോകാൻ നേരം ഇദ്ദേഹം വീണ്ടും മൊബൈൽ ഫോൺ എടുത്ത് ഒന്നും കൂടെ നോക്കി. അപ്പം ഇവിടുന്ന് കൊടുത്തിരുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്, ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിട്ട് മൊബൈൽ ഫോൺ നോക്കിയാൽ മതി. ഇവിടുന്ന് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ സമയത്ത് ഇദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ വിസ ലെറ്റർ, ഓഫർ ലെറ്റർ ഇദ്ദേഹത്തിന് വേണ്ടി വന്നു കിടക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ സന്തോഷം കാണണം. അദ്ദേഹം തന്നെ ഇത് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ക്രിസ്മസ് കൂടാൻ വന്ന ഞാൻ ഈസ്റ്ററും കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദുരിത നാളുകളിൽ ഞാൻ ചില പാഠങ്ങൾ പഠിച്ചു. എൻ്റെ വരൾച്ചയുടെ ദുരിത നാളുകളിൽ ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് മനസ്സിലായി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ചില തളർച്ചകളും വളർച്ചകളും ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ നടുവിൽ നമ്മൾ ഓർത്തുകൊള്ളണം, ഈശോ നമുക്ക് ചില ട്രെയിനിങ് തന്ന് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ആത്മീയ അവസ്ഥയെ ഇതാ ഈശോ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 89 വചനം 28, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 89 വേഴ്സ് 28. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഹല്ലേലൂയ. ഈ വചനം അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ, ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണേ. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് നേറ്റു പറയാം. എൻ്റെ കരുണ എപ്പോഴും അവന്റെ മേൽ ഉണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഹല്ലേലൂയ. നിന്റെ മേലും എൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ അത് അചഞ്ചലമായി നിലനിൽക്കും. നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, നിന്നെ ഭഗ്നരാശരാക്കുകയില്ല, നിന്റെ ജീവിതത്തിൽ നിന്നെ ദൈവം കൈവിടുകയുമില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. എൻ്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ട്. ആരുടെ കരുണ? ഭർത്താവിൻ്റെ അല്ല, കർത്താവിൻ്റെ കരുണ. എൻ്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ട്. എൻ്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ട്. ഞാൻ ആ കരുണയിൽ ആശ്രയിക്കുന്നു, ഞാൻ ആ കരുണയിൽ ആശ്രയിക്കുന്നു, ഞാൻ ആ കരുണയിൽ ആശ്രയിക്കുന്നു, ഞാൻ ആ കരുണയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കർത്താവിൻ്റെ കരുണയാണ്. നമ്മുടെ ശരീരം ആരുടെ കരുണയാണ്? ഇത് കർത്താവിൻ്റെ കരുണയാണ്. നമുക്കിന്ന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആരുടെ കരുണയാണ്? കർത്താവിൻ്റെ കരുണയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഈശോയുടെ കരുണയാലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാവോ? ഈ കരുണയുടെ പ്രവാചകനാവാൻ, പ്രവാചകയാകാൻ നമുക്ക് കൃത്യമായ കടമയുണ്ട്.
കരുണയുടെ പ്രവാചകനാവണം, കരുണയുടെ പ്രവാചികയാകണം. നമ്മുടെ സ്വഭാവത്തിൽ കരുണയുണ്ടായിരിക്കണം. ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 699 ഖണ്ഡികയിൽ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കുമ്പോൾ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായി കുമ്പസാരിക്കണം, പരിശുദ്ധ കുർബാന ഇന്ന് ഭക്തിപൂർവ്വം സ്വീകരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പല കരുണയും ഉണ്ടല്ലോ താൽക്കാലികമായ കരുണയായിട്ട് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ റോട്ടിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത് ആ റോഡ് സൈഡിൽ പാവപ്പെട്ടൊരു മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു എന്ന് കരുതുക. അപ്പം നമ്മുടെ ഉള്ളിൽ എന്ത് വരും? പെട്ടെന്ന് കരുണ. ദൈവമേ, ഈ ആൾക്ക് ആരും ഇല്ലല്ലോ, കരുണ. ദൈവമേ, ഇയാളെ ഒന്ന് സഹായിക്കണമല്ലോ, കരുണ. എന്നിട്ട് ഈ കരുണ വന്ന നമ്മൾ തന്നെ എന്ത് പറയും നമ്മളോട്? സാരമില്ല, ഞാനിപ്പോൾ ഇവിടെ നിർത്തി ഇയാളെ സഹായിച്ചില്ലെങ്കിലും വേറെ ആരെങ്കിലും വന്ന് സഹായിച്ചോളൂ, അല്ലേ? നമ്മളോട് തന്നെ ഒരു ആശ്വാസം പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നമ്മൾ അവഗണിക്കും. നമ്മുടെ കരുണ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നൊരു കരുണയായി പലപ്പോഴും അധപ്പതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇടവകപ്പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ പള്ളിയിലെ പാട്ടുകാരെങ്ങനെയുണ്ട്? ഒരഭിപ്രായം ചോദിക്കുകയോ വികാരിയച്ഛൻ. ഞാൻ പറഞ്ഞു സൂപ്പർ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു 8-10 പേര് നിന്ന് അവരുടെ മനോഹരമായിട്ടുള്ള ഗീതങ്ങൾ, ദൈവ സ്നേഹത്തെക്കുറിച്ചൊക്കെ അവർ പാടുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊതി തോന്നും. ഞാൻ പറഞ്ഞു, അച്ഛാ സൂപ്പർ, നല്ല പാട്ടാണ്. ഉടനെ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഇടവക പള്ളിയിലെ പാട്ടുകാർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ പ്രത്യേകത? അതേ, അവർ നന്നായി ദൈവ സ്നേഹത്തെക്കുറിച്ച് പാട്ട് പാടും, പക്ഷേ അവരിൽ പലരും തമ്മിൽ സംസാരിക്കില്ല. അവർ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവർ തമ്മിൽ സ്നേഹപൂർവ്വം സംസാരിക്കില്ല. പക്ഷെ പാട്ട് പാടുന്ന ഏതാ? ദൈവസ്നേഹത്തെക്കുറിച്ച് ശക്തമായിട്ട് പാട്ട് പാടും, പക്ഷേ സ്വഭാവത്തിലില്ല. പെസഹ വ്യാഴാഴ്ച കാല് കഴുകിക്കൊണ്ട് ദേവാലയങ്ങളിൽ ശുശ്രൂഷ നടത്തിയില്ലേ എന്ന പോലെ ചില കുടുംബങ്ങളിൽ ചില രീതികളും ആചാരങ്ങളും ഉണ്ട്. അതിലൊരു ആചാരം ഇങ്ങനെയാണ്: കുടുംബനാഥൻ മക്കളുടെ ഭാര്യയുടെ കാല് കഴുകി ശുശ്രൂഷ. ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ചില ആചാരങ്ങളുണ്ട്. അവരെല്ലാ വർഷവും അങ്ങനെ കുടുംബനാഥൻ ഈ ഭാര്യയുടെയും മക്കളുടെയൊക്കെ കാല് കഴുകുന്നത് ചിത്രമെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള എനിക്കറിയാം. എന്നാൽ 2 വർഷം മുമ്പ് ഇയാൾ ഭാര്യയുടെയും മക്കളുടെയും കാല് കഴുകാൻ വേണ്ടി വന്നപ്പോൾ മക്കളും ഭാര്യയും പറഞ്ഞു, ഇയാൾ ഞങ്ങളുടെ കാല് കഴുകി ചിത്രമെടുത്ത് ഫേസ്ബുക്കിൽ ഇടണ്ട, ഇയാൾക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പെരുമാറ്റമൊന്നും വേണ്ട, ഇയാൾ ആദ്യം സ്വഭാവം നന്നാക്കിയിട്ട് മതി കാല് കഴുകൽ ശുശ്രൂഷ. അതായത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കാല് കഴുകുന്നു, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പാട്ട് പാടുന്നു, പ്രസംഗം പറയുന്നു, അല്ലേ? കരുണയെക്കുറിച്ച് ഞാൻ പ്രസംഗം പറയുന്നു, പക്ഷേ നമ്മുടെ സ്വഭാവത്തിലില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. കരുണയുടെ പ്രവാചക ദൗത്യം ആരംഭിക്കേണ്ടത് എൻ്റെയും നിന്റെയും വീട്ടിലാണ്. നാട്ടില് കരുണയുടെ പ്രവാചകന്മാരായിട്ട് കുറെ പേരുണ്ടല്ലോ, അല്ലെ? ചിലരെ കണ്ടിട്ടില്ലേ? നന്മ മരങ്ങൾ. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരിങ്ങനെ ഓടി നടക്കും. സ്വന്തം വീട്ടിലോ? ആദ്യം നിന്റെ കരുണ ആരംഭിക്കേണ്ടത്, എൻ്റെ കരുണ ആരംഭിക്കേണ്ടത് എവിടെയാ? എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് കരുണ ആരംഭിക്കേണ്ടത്. ഞാൻ എന്ന വൈദികൻ ഇവിടെ നിന്ന് കരുണയെക്കുറിച്ച് പ്രസംഗിക്കുന്നു. എന്നാൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ മറ്റുള്ള അച്ഛന്മാരുടെയും കൂട്ടുകാരുടെയും ശുശ്രൂഷകരുടെ നടുവിൽ ഈ കരുണയില്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. ഈശോ കൃത്യമായിട്ട് വചനത്തിൽ പഠിപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം തിരുവചനം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 19. നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. എങ്ങോട്ടാ പോകേണ്ടത്? ആദ്യം സ്വന്തം വീട്ടിൽ നീ കരുണ കാണിക്കണം. അപ്പൊ 2 മേഖലകളിൽ, ഒന്ന് നമ്മുടെ വീട്ടിൽ, മറ്റൊന്ന് അയൽപക്ക ബന്ധങ്ങളിൽ നമ്മൾ ഈ കരുണ കൊടുക്കണം. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന, കരുണയുള്ള ദൈവമേ
കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾക്കിവിടെ ആയിരിക്കാൻ കൃപ തന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നും എന്നും എപ്പോഴും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ ആരാധന സമയം ദൈവം എന്നിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നീണ്ട നാളുകളായി പ്രാർത്ഥിച്ച് മടുത്ത ചില കാര്യങ്ങളാവാം. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ഒരുപക്ഷെ സാത്താൻ നമ്മുടെ തലയ്ക്കകത്തിരുന്ന് പറയും. എന്നാൽ നീ മടുക്കരുത്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ നിന്നിൽ ഇടപെടും. നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവം ഇടപെടും. തക്ക സമയത്ത് ദൈവം ഇടപെടും. കാരണം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നിന്റെ കുടുംബം തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ ജീവിതം പെരുവഴിയിലാകാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ ശരീരം രോഗപീഠകളാൽ നശിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. സാമ്പത്തിക ഞെരുക്കത്താൽ നിന്റെ വീട് അസ്വസ്ഥതയിൽ കഴിയുവാൻ ദൈവം അനുവദിക്കുകയില്ല. മക്കളെ ഓർത്ത് നിരന്തരം ഭാരപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. കുഞ്ഞുങ്ങളില്ലാത്തതിന് ദുഃഖം പേറുന്നവരെ ദൈവം നിന്നിൽ ഇടപെടുന്നു. വിവാഹ ജീവിതത്തിൽ പാളിച്ചകളും തകർച്ചകളുമായി പ്രാർത്ഥിക്കുന്നവരെ ദൈവം നിന്നിൽ ഇടപെടുന്നു. അവിടുത്തെ മഹാകാരുണ്യം നിന്റെ മേൽ പ്രവർത്തിക്കുന്നു. നീ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഇന്നോളം അങ്ങ് ചൊരിഞ്ഞ എല്ലാ കാരുണ്യ പ്രവർത്തികളെയും ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ കർത്താവെ അങ്ങയുടെ കാരുണ്യമാണല്ലോ. അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ ശരണപ്പെടുന്നു. കർത്താവെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് നൽകാതെ എനിക്കൊന്നുമില്ല. കർത്താവെ, അങ്ങ് നൽകിയതെല്ലാം മാത്രമല്ലേ എൻ്റെ ജീവിതത്തിലുള്ളൂ. സമർപ്പിക്കുന്നു. ഒരു ഭവനത്തിൽ അതിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ, കൃപ ചൊരിയണമേ. പരിശുദ്ധ